താൻ ഈ പ്രപഞ്ചത്തിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ള എല്ലാ, ഇന്നത്തെ കാലത്തൊക്കെ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡിന്, സൃഷ്ടിസ്ഥിതി സംഹാര ചുമതല ഏൽപ്പിച്ചിരിക്കുന്നവർ, പ്രപഞ്ചത്തിന്റെ എല്ലാ സംവിധാനങ്ങളുടെയും ചുമതല ഏൽപ്പിച്ചിരിക്കുന്നവരെ ദേവി ഒരു മഹാസമ്മേളനത്തിൽ വിളിച്ചു ചേർത്ത് താൻ അധ്യക്ഷയായിരിക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ ദേവി വാഗ്ദേവതകളോട് പറയുകയാണ്, വശിനി തുടങ്ങിയ വാഗ്ദേവതകളോട് പറയുകയാണ്, ഒരു മംഗളഗാനം ആലപിക്കൂ എന്നെ സ്തുതിച്ചുകൊണ്ട്. ആ വശിനിയാദി വാഗ്ദേവതകൾ ജപിക്കുന്ന മംഗളഗാനമാണ് വാസ്തവത്തിൽ വളരെ പ്രസിദ്ധമായ സഹസ്രനാമം എന്ന് നാം ഇന്ന് ആദരവോടെ ചൊല്ലുന്നത്. ഇതൊരു പുരാണ കഥയുടെ പശ്ചാത്തലമാണെങ്കിൽ കൂടി ഇതിനൊരു വലിയ ചിന്താസാധ്യതയുണ്ട് ആധുനിക കാലത്ത്. അതായത് നമ്മൾ ഇന്ന് ഭാരതം മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ ആശയമുണ്ട്. സ്ത്രീ കേന്ദ്രീകൃതമായ വികസനത്തിന്റെ ആശയമാണ് ഭാരതം ഇന്ന് ലോകത്തോട് സംസാരിക്കുന്ന വലിയൊരാശയം. ഇവിടെ വികസനം ഉണ്ടാകണം, സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും വികസനം ഉണ്ടാകണം. പക്ഷേ അത് ഫെമിനിനിറ്റി എന്ന, സ്ത്രൈണമെന്ന, സ്ത്രീത്വം എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് സ്ത്രീ കേന്ദ്രീകൃതമാകണം ഈ നാട് മുന്നോട്ട് വെക്കുന്ന വികസന സങ്കല്പം. അത്